ടോപ്പ് ട്യൂഷൻ്റെ ക്ലാസ് 9 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 7 നോൺ മെറ്റൽസ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ക്വസ്റ്റ്യൻ ഒരു ടേബിൾ ഫില്ലിംഗ് എക്സസൈസ് ആണ്. ഈ ടേബിളിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. പീരിയോഡിക് ടേബിൾ റെഫർ ചെയ്തിട്ട് ഇതിന് ഓരോന്നിനും എക്സാമ്പിൾസ് ഈ ടേബിളിൽ ഫില്ല് ചെയ്യണം. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മെറ്റൽസ് മെയിൻലി വരുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബ്ലൂയിഷ് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഇത്രയും എലമെൻറ്റ്സ് ആണ് മെറ്റൽസിൽ വരുന്നത്. ഈ ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന ഈ എലമെൻറ്റ് പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് മോസ്റ്റിലുള്ള ഈ എലമെൻറ്റ്സ്, പി ബ്ലോക്കിൻ്റെ ഈ റൈറ്റ് മോസ്റ്റിലുള്ള ഈ ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ എലമെൻറ്റ്സ് ആണ് നോൺ മെറ്റൽസ്. ഹൈഡ്രജനും നോൺ മെറ്റലിൽ പെടും, ഇത് ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി മെറ്റലോയിഡ്സ് പറഞ്ഞാൽ മെറ്റാലിക് പ്രോപ്പർട്ടിക്കും നോൺ മെറ്റാലിക് പ്രോപ്പർട്ടിക്കും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ആയിരിക്കും ഈ മെറ്റലോയിഡ്സിനുള്ള. ഈ മെറ്റലോയിഡ്സ് മെയിൻലി ഈ റെഡിഷ് ഷെയ്ഡിലുള്ള ഈ കാണിച്ചിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് മെറ്റലോയിഡ്സ്. നോൺ മെറ്റൽസിൻ്റെയും ഇൻ്റർമീഡിയറ്റ് പ്രോപ്പർട്ടി അത് ഈ ഒരു സ്ലാൻഡിങ് വേയിലുള്ള ഈ ഇത്തരം എലമെൻറ്റ്സ് ആണുള്ളത്. ഇനി എക്സാമ്പിൾ ഫില്ല് ചെയ്യാം. മെറ്റൽസ് പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിലെ ബ്ലൂ ഷെയ്ഡിൽ നിന്നുള്ള നമുക്ക് മെറ്റൽസ് ഫില്ല് ചെയ്യാം. സിൽവർ, കോപ്പർ, അയൺ, അലുമിനിയം, പ്ലാറ്റിനം, ടൈറ്റാനിയം. ഇനി നോൺ മെറ്റൽസ് പീരിയോഡിക് ടേബിളിലെ റൈറ്റ് മോസ്റ്റിൽ ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ഹൈഡ്രജൻ, സൾഫർ, ക്ലോറിൻ. മെറ്റലോയിഡ്സ് രണ്ട് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ആ ജോയിനിങ് ഏരിയയിലുള്ള ആ സ്ലാൻഡിങ് വേയിൽ കാണിച്ചിരിക്കുന്ന റെഡിഷ് മാർക്ക് എലമെൻറ്റ്സ് സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ടെലിറിയം ആൻഡ് പൊളോണിയം. അതെല്ലാം മെറ്റലോയിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ ഒരു ടേബിൾ ഫില്ലിംഗ് എക്സസൈസ് ആണ്. അഗെയിൻ ഹൈഡ്രജന് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ 1. മാസ് നമ്പർ എത്രയാണ് ഹൈഡ്രജൻ്റെത്? 1. ഹൈഡ്രജൻ്റെ മാസ് നമ്പർ എന്തുകൊണ്ടാണ് 1 ആയെന്ന് കൺഫ്യൂഷൻ വേണ്ട. ഹൈഡ്രജനിൽ മേജറായിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയമാണ്. അതിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ന്യൂക്ലിയസിൽ, ന്യൂട്രോൺ ഇല്ല. അതുകൊണ്ട് മാസ് നമ്പറും ആറ്റമിക് നമ്പറും ഒന്ന് തന്നെയാണ്, 1. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? ആറ്റമിക് നമ്പർ തന്നെ, 1. നമ്പർ ഓഫ് ന്യൂട്രോൺസ് മെയിൻ ഐസോട്ടോപ്പായ പ്രോട്ടിയം ആണ് ഹൈഡ്രജൻ്റെ മേജറായിട്ടുള്ള ഐസോട്ടോപ്പ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവിടെ 0 ആണ്. സോലബിലിറ്റി ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ നോട്ട് സോലബിൾ ഇൻ വാട്ടർ. ഹൈഡ്രജൻ വെള്ളത്തിൽ സോലബിൾ അല്ല. ഇനി ഐസോട്ടോപ്സ്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സ് 3 പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. പ്രോട്ടിയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മാതിരി ന്യൂട്രോൺസ് ഒന്നുമില്ല, ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാസ് നമ്പർ ആറ്റമിക് നമ്പർ 1 ആയിട്ടുള്ള പ്രോട്ടിയം. ഇനി ഒരു ന്യൂട്രോൺ ഉണ്ടാകുമ്പോൾ ആറ്റമിക് നമ്പർ 1, 2 മാസ് നമ്പർ, അതിന് ഡ്യൂട്ടീരിയം. ഇനി 2 ന്യൂട്രോണും ഒരു പ്രോട്ടോൺ ആകുമ്പോൾ ട്രിഷിയം, അത് വേറൊരു ഐസോട്ടോപ്പാണ് ഹൈഡ്രജൻ്റെ. ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ ബലൂൺസ് എന്തുകൊണ്ടാണ് ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നത്? ആൻസർ ഹൈഡ്രജൻ ഒരു ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്യാസാണ്, ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്യാസാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ ഡെൻസിറ്റി നോർമൽ എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ബലൂൺസിന് നന്നായിട്ട് പൊക്കത്തിലേക്ക് ഉയരാൻ പറ്റും. പക്ഷേ ഹൈഡ്രജൻ അത് വെരി ഫ്ലെയിമബിൾ ആണ്. അതായത് ഫയറുമായിട്ടും ഫ്ലെയിംസൊക്കെ ആയിട്ടുള്ള ആ ഇൻട്രാക്ഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ തീ പിടിക്കാനുള്ള ചാൻസ് ഉള്ള എലമെൻ്റാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് എക്സ്പ്ലോഷൻ എന്തായാലും ഒരു ഹൈ റിസ്ക് ആണ് ഹൈഡ്രജൻ ബലൂൺസിൻ്റെ കേസിൽ.
ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഹൈഡ്രജന് പകരമായിട്ട് ഹീലിയമാണ് ജനറലി പ്രിഫർ ചെയ്യുന്നത്. ഹീലിയം ഹൈഡ്രജനേക്കാളും കുറച്ചുകൂടി സേഫും ആയിരിക്കും. കാരണം ഹീലിയം ഒരു ഇനേർട്ട് ഗ്യാസാണ്. അത് ഹൈഡ്രജനേക്കാളും സേഫായിട്ട് ബലൂൺസിൽ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ഡ്രൈ ഐസ് എന്നാൽ എന്ത്? എവിടെയാണ് ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നത്? ആൻസർ, ഡ്രൈ ഐസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. കാർബൺ ഡൈ ഓക്സൈഡ് അത് ഒരു ഗ്യാസ് ആണ്. അത് സോളിഡ് ഫോമിലേക്ക് ആക്കുമ്പോൾ അതിന് പ്രത്യേകം പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. എന്തുകൊണ്ടാണ് ഡ്രൈ ഐസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്? സാധാരണ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറും, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറും. അങ്ങനെയാണ് നോർമൽ ഈ ട്രാൻസിഷൻ സംഭവിക്കുന്നത് മാറ്ററിൻ്റെ. ഇവിടെ സോളിഡ് ഫോമിലുള്ള ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ തന്നെ സബ്ലിമേറ്റ് ചെയ്യുന്നു. അതായത് സോളിഡ് ഫോമിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറാതെ ഡയറക്റ്റ്ലി ഗ്യാസ് ഫോമിലേക്ക് മാറാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ഡ്രൈ ഐസ് എന്ന് പേര് സ്പെസിഫിക്കലി കൊടുത്തിരിക്കുന്നത്. ഇനി ഡ്രൈ ഐസിൻ്റെ ഉപയോഗങ്ങൾ, ഒന്ന് റെഫ്രിജറേറ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കാനായിട്ട് ഡ്രൈ ഐസിന് സാധിക്കും. പിന്നെ സ്റ്റേജ് ഷോയിലേക്ക് സ്മോക്കി ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നു. കാരണം സോളിഡ് ഫോമിൽ നിന്ന് ഡയറക്റ്റ്ലി ഗ്യാസ് ഫോമിലേക്ക് മാറുമ്പോഴേക്കും സ്റ്റേജിൽ വെള്ളത്തിൻ്റെ നനവൊന്നും വരാത്താതെ തന്നെ നമുക്ക് സ്മോക്കി ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡ്രൈ ഐസ് ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ, ഫുഡ് പാക്കറ്റുകളൊക്കെ നൈട്രജൻ വെച്ച് ഫില്ല് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നൈട്രജൻ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത്? ഓക്സിജൻ അതുപോലെയുള്ള വേറെ എനി എലമെൻറ്റ് ഉപയോഗിച്ചില്ല. എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി നൈട്രജൻ യൂസ് ചെയ്തിരിക്കുന്നത്? ആൻസർ, കാരണം നൈട്രജൻ ഒരു ഇനേർട്ട് ഗ്യാസാണ്. ഇനേർട്ട് ഗ്യാസ് പറഞ്ഞാൽ അത് കൂടുതൽ റിയാക്ഷൻസിലൊന്നും ഏർപ്പെടില്ല. അപ്പോൾ ഫുഡ് ഐറ്റത്തിൻ്റെ കൂടെ ഇൻട്രാക്ഷൻ വരുന്നത് നൈട്രജൻ ആകുമ്പോൾ ആ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് നടന്ന് ഫുഡ് ഐറ്റം സ്പോയിലാകാൻ ഉള്ള ചാൻസ് കുറയ്ക്കുകയാണ് നൈട്രജൻ ഫില്ലിംഗ് ചെയ്യുന്നത്. ഫാറ്റ്സ്, ഓയിൽസ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാത്തിലും നമ്മൾ നൈട്രജൻ ഫില്ലിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷനുള്ള ചാൻസ് മാറ്റുവാണ് ഈ നൈട്രജൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഫുഡ് കുറേ നേരത്തേക്ക് ഫ്രഷായിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഒരു കുഷൻ ഇഫക്റ്റ് കൊടുക്കുന്ന നൈട്രജൻ ഫില്ല് ചെയ്ത് കുഷൻ ഇഫക്റ്റ് കൊടുക്കുമ്പോൾ ചിപ്സൊക്കെ ബ്രേക്ക് ചെയ്യാതെ ഇരിക്കും. അത് എനി ഗ്യാസിന് ചെയ്യാൻ പറ്റും, പക്ഷേ സ്പോയിൽ ചെയ്യാതിരിക്കാനായിട്ട് നൈട്രജൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെയിൻ റീസൺ നമ്മൾ ഫുഡ് പാക്കറ്റിൽ നൈട്രജൻ വെച്ച് ഫില്ല് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ക്ലോറിൻ മെയിൻലി ബ്ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ കളർ, ഈ ഡ്രസ്സിലേക്കുള്ള കളർ ഷാർപ്പ്നെസ് കുറച്ച് ഒരു ഫെയ്ഡ് ആക്കുന്നതിനും, അല്ലെങ്കിൽ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലീച്ച് ചെയ്ത് സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയല്ല ബ്ലീച്ചിങ് ഇഫക്റ്റിന് വേണ്ടി ഡ്രസ്സിൽ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ക്ലോറിൻ ഉപയോഗിക്കുന്നു. ആൻറ്റിസെപ്റ്റിക് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ മേലെയുള്ള ജേംസിൻ്റെ ഗ്രോത്ത്, രോഗാണുക്കളുടെ ആ വളർച്ച തടയാൻ വേണ്ടിയിട്ട് ലിവിങ് ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്ന അതാണ് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് ആയിട്ടും അത് ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പെസ്റ്റിസൈഡ്, പെസ്റ്റ് കൺട്രോൾ, ഇതിനെല്ലാം കീടങ്ങളെയെല്ലാം നശിപ്പിക്കാനുള്ള ആ പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നതിനും ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഡിസ്ഇൻഫെക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിസെപ്റ്റിക് നമ്മൾ പറഞ്ഞു ലിവിങ് ഓർഗാനിസത്തിൽ ജേം കില്ലിംഗ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഈ നോൺ ലിവിങ് ഓർഗാനിസം, അതായത് ഫ്ലോർ അല്ലെങ്കിൽ ഓരോ നോൺ ലിവിങ് ആയിട്ടുള്ള ജീവനില്ലാത്ത പ്രതലം, അതിലൊക്കെയുള്ള ജേം കില്ലിങ്ങിന് വേണ്ടി ഡിസ്ഇൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്യും. അങ്ങനെ ഡിസ്ഇൻഫെക്റ്റൻറ്റിലും നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്.